രാവിലെ എണീക്കാൻ എല്ലാവർക്കും മടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ ടെറസ് ടോപ്പിൽ പോയാണ് സൺറൈസ് കണ്ടത്. പക്ഷെ അത് സൂപ്പറായിരുന്നു കേട്ടോ. അച്ചാച്ചൻ പറയാറുള്ള പോലെ സൂര്യ എണീറ്റ് വന്ന് നമ്മളെ നോക്കി സ്മൈൽ ചെയ്യുന്ന പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഹരിബരിന്ന് റെഡിയായി വിവേകാനന്ദ റോക്കിൽ പോകാൻ എല്ലാവരും ബീച്ചിലെത്തി. അവിടെ ചെന്നപ്പോഴോ ദേ ഒരു ലോങ് ക്യൂ. അങ്ങനെ 1 മണിക്കൂറോളം ക്യൂ നിന്നിട്ട് ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് കേട്ടോ. ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തപ്പോൾ അച്ഛനും അമ്മയും പറയാ അവർ കോളേജിൽ നിന്ന് വന്നപ്പോൾ കടലിലൂടെ കുഞ്ഞു വെള്ളത്തിലാണത്രേ പോയത്. അത് കേട്ട് ആരും പേടിക്കണ്ട കേട്ടോ. ഇപ്പം വലിയ ബോട്ടിൽ നമ്മൾ സേഫ്റ്റി ജാക്കറ്റൊക്കെ ഇട്ടാണ് കേട്ടോ പോകുന്നത്. ആദ്യമായിട്ടല്ല ബോട്ടിൽ കയറുന്നെങ്കിലും ആദ്യമായിട്ടാണ് ഞാൻ കടലിലൂടെ പോകുന്നത്. 3-4 മിനിറ്റ് കൊണ്ട് നമ്മൾ വിവേകാനന്ദ റോക്കിലെത്തി കേട്ടോ. മോർണിംഗിലെ ഫസ്റ്റ് ട്രിപ്പായതുകൊണ്ട് തന്നെ ഭയങ്കര വെയിലൊന്നും ഇല്ലായിരുന്നു കേട്ടോ. മാത്രമല്ല നല്ല കാറ്റും. അവിടെ നിന്ന് നോക്കിയാൽ മൂക്കുത്തിയമ്മൻ്റെ ടെമ്പിളും ലൈറ്റ് ഹൗസും ഒക്കെ കാണാമായിരുന്നു. ഇപ്പോഴാണ് ഇതേ ഒരു കുഞ്ഞ് ആനക്കുട്ടിയുടെ പ്രതിമ. അച്ചാച്ചൻ അതിന് പുറത്ത് കെട്ടി ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ. തറയിൽ എന്തിനാണാവോ സർക്കിളൊക്കെ വരച്ചേക്കണമെന്ന് ചിന്തിച്ചപ്പോഴാണ് ഇത് സൺറൈസ് കലണ്ടർ ആണെന്ന് അച്ചാച്ചൻ പറഞ്ഞത്. ഓരോരോ ടൈമിലുള്ള സൺറൈസിന്റെ ഡയറക്ഷൻ അതിൽ നോക്കിയാൽ അറിയാത്രേ. എവിടെ ചെന്നാലും എൻ്റെ ആദിക്കുട്ടൻ്റെ ഹോബി ഓടിക്കളിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഓടിക്കളിച്ച് ക്ഷീണിച്ചപ്പോൾ ആദിക്കുട്ടൻ്റെ എഴഞ്ഞു നടക്കാനും തുടങ്ങി. തമ്പുമ്മി ഞാനിവിടെ പിന്നെ റൊട്ടേറ്റ് ചെയ്ത് വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു. കാറ്റൊക്കെ കൊണ്ട് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നിറയെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു പോകണം കേട്ടോ. ആദ്യക്കുട്ടന് നല്ല സങ്കടമായിരുന്നു. അയ്യോ പോയെന്ന് പറഞ്ഞ് അച്ഛനോട് സങ്കടമൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് വരുന്ന ഗ്യാപ്പിൽ എല്ലാവരും എന്തൊക്കെയോ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ ബോട്ടിൽ എങ്ങനെ തുറക്കാനും കുഞ്ഞൂട്ട ഈ പഴം എങ്ങനെ തിന്നു തീർക്കാമെന്നുള്ള ചിന്തയിലായിരുന്നു കേട്ടോ. അവൻ്റെ വീഡിയോ എടുക്കുന്ന കണ്ടിട്ടാവാ അവൻ ടേബിളിൻ്റെ മണ്ടിൽ കയറി ദേ വരുന്നു. ഫുഡൊക്കെ കഴിച്ച ശേഷം ഞങ്ങളൊരു കുഞ്ഞ് ഷോപ്പിങ്ങിനൊക്കെ പോയി. പല പല തരത്തിലുള്ള ഒരുപാട് സീഷെൽസ് എല്ലാം ഉണ്ടായിരുന്നു. കുറേ സീഷെൽസും മാലയും വളയും കമ്മലും ഒക്കെ വാങ്ങി. തിരിച്ച് വീട്ടിലേക്ക് പോരുമ്പോൾ ഭയങ്കര മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല ഉറക്കത്തിലുമായിരുന്നു. വീടെത്താറായപ്പോഴേക്കും ഇരുട്ടിയിരുന്നു കേട്ടോ. ക്ഷീണം കൊണ്ട് ഞാൻ വീണ്ടും അമ്മാമ്മയുടെ മടിയിൽ കിടന്ന് പാട്ടൊക്കെ കേട്ട് ഉറക്കമായി. എന്നാൽ പിന്നെ അടുത്ത തവണ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു.